സമൂഹ മാധ്യമങ്ങളിലൂടെ ഏറ്റവും അധികം വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാലവർഷക്കെടുതി വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇപ്പോൾ കഴിഞ്ഞ വർഷം വയനാട്ടിലെ ചൂരൽമലയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള പ്രളയം ബാധിക്കുകയും ഒരുപാട് ജനങ്ങൾക്ക് ജീവിതവും ഒരുപാട് മനുഷ്യർ നമ്മളോട് വിട്ടുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് സർക്കാരിൻ്റെ സഹായം കൃത്യമായിട്ട് അവിടെ എത്തുന്നില്ല എന്നും അവിടുത്തെ ജനങ്ങളായ ഒരുപാട് പേര് ദുരിതബാധിതരായിട്ടുള്ള പല ആളുകളും മാധ്യമങ്ങളിലൂടെ അവരുടെ ബുദ്ധിമുട്ട് സർക്കാർ ഇപ്പോൾ കൃത്യമായിട്ട് സഹായങ്ങൾ എത്തിക്കുന്നില്ല എന്നൊക്കെ തന്നെ വളരെ ദയനീയമായ അവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ വസ്തുത? കൃത്യമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഹസാർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള ഫഹദ് മർസൂഖ് നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പം മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ വസ്തുത എന്താണ്? നിങ്ങളുടെ ഭാഷ എന്താണെന്ന് അറിയണം, ജനങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും. എന്താണ് അതിൻ്റെ കാര്യം? ആദ്യം ജിൻസിൽ തുടങ്ങിയ കാര്യത്തോട് പറഞ്ഞാൽ, സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം എന്ന് പറഞ്ഞ പാർട്ട് ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായി പല ദുരന്തങ്ങളും നമ്മൾ നേരിടേണ്ടി വരുന്നത് കൊണ്ട് വളരെ സജീവതയിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും നമ്മൾ വിമർശനങ്ങളുണ്ട്, അഭിനന്ദനങ്ങളുണ്ടാവും. ചിലപ്പം നമുക്ക് നാഷണൽ ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ പല തരത്തിലുള്ള അഭിനന്ദനങ്ങൾ, അപ്രിസിയേഷൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് എൻ്റെ ഒരു സഹപ്രവർത്തകൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലൊരു യോഗത്തിന് പോയ സമയത്ത് കേന്ദ്ര സർക്കാരിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ റെസ്പോൺസിൽ, ദുരന്തങ്ങളിനോട് കേരളം റെസ്പോണ്ട് ചെയ്യുന്ന കാര്യത്തെ മാതൃകയാക്കണം, KSDMയിൽ നിന്ന്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് പഠിക്കണം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ എന്ന് സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർമാരുടെ യോഗത്തിൻ്റെ അകത്ത് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതൊരു വലിയ അപ്രിസിയേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സംവിധാനം അങ്ങനെ ആക്റ്റീവായി പ്രവർത്തനം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ആളുകളുടെ ശ്രദ്ധയുണ്ടാവും. ആ ശ്രദ്ധയും ചോദ്യം ചെയ്യലും പിന്നെ ഓഡിറ്റിംഗ് ഒക്കെ വേണം. അത് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. ഇതിലൊരു പ്രധാന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ മറ്റെല്ലാ മേഖലയിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും ചേർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായ വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതും അത് തന്നെയാണ്. അല്ലാതെ സഡൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് പ്രിക്കോഷൻ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ ടെക്നിക്കലിയും അല്ലാതെ ഒരു ടീം ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്.